ഇന്ത്യൻ സിനിമയിലെ റോക്കിംഗ് സ്റ്റാർ യാഷിന് ഇന്ന് 40 വയസ്സ് തികയാണ്. അപ്പോൾ യാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് KGF തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ യാഷിന് ഒരു ജേണി എന്ന് പറഞ്ഞാൽ വലിയൊരു ജേണിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് യാഷ് എന്താ പറയുക ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ യാഷിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കർണാടകയിലെ ഹസൻ എന്ന് പറയുന്ന ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് യാഷ് ജനിക്കുന്നത്. അപ്പോൾ യാഷല്ല, ശരിക്ക് നവീൻ കുമാർ ഗൗഡ എന്നാണ് പേര്. ഇപ്പോൾ വീട്ടുകാരിട്ട പേര് നവീൻ എന്നാണ്, സർട്ടിഫിക്കറ്റിലൊക്കെ നവീൻ എന്നാണ്. പിന്നെ യശ്വന്ത് എന്ന് പറഞ്ഞിട്ടും പേര് അമ്മ വീട്ടുകാർ വിളിച്ചിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ എന്താ പറയുക സിനിമാ നടനാവണം, അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക ഒരു താരമാവണം എന്നൊക്കെ തന്നെയായിരുന്നു യാഷിൻ്റെയൊക്കെ മോഹം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയുടെ അച്ഛൻ KSRTCയിലെ ഡ്രൈവറായിരുന്നു, അമ്മ ഒരു ഹൗസ് വൈഫ്, ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്ന ആൾക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റില്ല സിനിമ. ആ ഒരു കാലത്താണ് ഇവരൊക്കെ എന്താ പറയുക വളരുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് താല്പര്യം ഇതുതന്നെയായിരുന്നു. പക്ഷേ വീട്ടുകാർക്ക് ഇദ്ദേഹം പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ നേടണം, ഇതൊക്കെ തന്നെയായിരുന്നു അച്ഛൻ്റെയൊക്കെ ആഗ്രഹം. അത് കഴിഞ്ഞ് ഒരു 10-16 വയസ്സൊക്കെ ആയ സമയത്ത് എന്താ പറയുക സ്കൂളിൽ പഠിക്കാനൊന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു ഒന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സിനിമ സ്വപ്നം. അപ്പോൾ അന്ന് നമുക്കറിയാം കന്നഡ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മലയാള സിനിമ കൊച്ചി അല്ലെങ്കിൽ തമിഴ് സിനിമ ചെന്നൈ എന്ന് പറഞ്ഞ പോലെ കന്നഡ സിനിമ ബാംഗ്ലൂരാണ്, ബാംഗ്ലൂർ സിറ്റിയിലാണ്. അപ്പോൾ ബാംഗ്ലൂർക്ക് ചെന്നു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു പോയാൽ എന്തെങ്കിലും ആയിട്ട് വരണം, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ആവാതെ തിരിച്ചു വന്നാൽ പിന്നെ വിടില്ല എന്നുള്ള രീതിയിൽ പോയാൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് അങ്ങനെ ഒരു 16 വയസ്സൊക്കെ ഉള്ള അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ കൂടി. പക്ഷേ ആ സിനിമയൊന്നും പ്രോപ്പർലി നടന്നില്ല, അത് ഡ്രോപ്പായി. പക്ഷേ തിരിച്ചു പോകാൻ പറ്റില്ല. ആ ഒരു 300 രൂപയൊക്കെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവിടെ എന്താ പറയുക ഒരു ഡ്രാമ ഒരു ട്രൂപ്പിൽ അവരൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അവരുടെ കൂടെ കൂടി. അന്നൊക്കെ ഒരു ദിവസം 50 രൂപ കൂലി, അങ്ങനെയൊക്കെയായിരുന്നു യാഷിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തു. പിന്നെ അവിടെ നിന്ന് പിന്നീട് അത് കഴിഞ്ഞ് കോളേജിൽ ചേർന്നിട്ട് ഒരു ഡിഗ്രിയൊക്കെ എടുത്തു. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ ഡ്രാമ ആ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വന്നിട്ടാണ് പിന്നീട് TV സീരിയലുകളിലേക്ക് യാഷ് തിരിയുന്നത്. അവിടെ നിന്നായിരുന്നു യാഷ് എന്ന് പറഞ്ഞ ഒരു നടൻ്റെ ശരിക്കുള്ള ഒരു ജീവിതം ആരംഭിക്കുന്നത്. ഈ TV സീരിയലിൽ എത്തിയ ശേഷം പിന്നെ യാഷിന് കിട്ടിയ ഗുണമെന്ന് വെച്ചാൽ യാഷ് നല്ല റെഗുലർ ഒരു ഇൻകം വന്നു തുടങ്ങി. അപ്പോൾ അപ്പോഴും മനസ്സിൽ സിനിമ തന്നെയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സീരിയൽസിൽ ആ ചെയ്യുന്ന തൊഴിൽ നന്നായിട്ട് ചെയ്യുക എന്ന രീതിയിൽ. പിന്നെ അന്ന് നമുക്കറിയാം സീരിയൽ എന്ന് പറയുമ്പോൾ കൂടുതൽ സാധാരണക്കാർ, വീട്ടമ്മമാർ, അവരുടെയൊക്കെ ഒരു മനസ്സിൽ സ്ഥാനം നേടിയെടുക്കാൻ യാഷിന് പറ്റി. അപ്പോൾ ആ സമയത്താണ് യാഷിൻ്റെ പിന്നീട് ഭാര്യയായ രാധിക പണ്ഡിതിനെ പരിചയപ്പെടുന്നത്. അവരും യാഷിൻ്റെ കൂടെ തന്നെ സീരിയൽസിൽ അഭിനയിച്ചതാണ്. ആ സമയത്ത് തന്നെ യാഷിന് സിനിമകളിൽ നിന്ന് കുറേ ഓഫേഴ്സൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്ന് സ്ക്രിപ്റ്റൊക്കെ നോക്കി ആ സ്ക്രിപ്റ്റെല്ലാം വായിച്ച് തൃപ്തി വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പുതുമുഖ നടൻ, അതൊരു സീരിയൽ നടൻ സ്ക്രിപ്റ്റ് ചോദിക്കുന്നത് കുറ്റമാണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചോദിക്കാൻ മാത്രമായോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ അന്ന് പല സംവിധായകർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് സ്ക്രിപ്റ്റ് ചോദിച്ചതിൻ്റെ പേരിൽ സിനിമകളിൽ നിന്ന് ഔട്ടായിട്ടുണ്ടെന്നൊക്കെ പിന്നീട് യാഷ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് 2007 ആ ഒരു സിനിമ ജംബാഡ ഹുഡുഗി, അതാണ് ആ ഒരു സിനിമയുടെ പേര്. അതിലൊരു സപ്പോർട്ടിങ് റോളാണ് യാഷ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ നോക്കി നമുക്കിപ്പോൾ KGF ഒന്നും വെച്ച് നമുക്ക് യാഷിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അന്നൊരു വളരെ ഒരു പയ്യൻ തന്നെയാണ് ശരിക്കും. അന്നൊക്കെ ഒരു 22 വയസ്സൊക്കെ പ്രായമുള്ളൂ അന്ന് സിനിമയിലൊക്കെ വരുമ്പോൾ. അങ്ങനെ കൊച്ചു വേഷങ്ങൾ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിങ് റോളുകളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2 സിനിമയൊക്കെ കഴിഞ്ഞ ശേഷമാണ് റോക്കി എന്ന് പറയുന്ന ഒരു സിനിമ. ആ ഒരു സിനിമയിലാണ് ശരിക്ക് ആദ്യമായിട്ടൊരു നായകൻ്റെ ഒരു വേഷം ചെയ്യുന്നത്. പക്ഷേ ആ സിനിമ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. പക്ഷേ അവിടെ ഒന്നും യാഷ് തളർന്നില്ല. യാഷ് പിന്നെയും സിനിമകൾ ചെയ്തു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ചിലത് അത്യാവശ്യം തരക്കേടില്ലാതെ പോയി, ചിലത് ഫ്ലോപ്പായി. പക്ഷെ ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ എന്ന രീതിയിലൊന്നും അന്ന് യാഷിന് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് എത്തിയത് ഏകദേശം ഒരു 2013 ഗൂഗ്ലി എന്ന് പറയുന്ന ഒരു സിനിമ. അതായിരുന്നു യാഷിൻ്റെ കരിയറിലെ ആദ്യത്തെ ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ രാജാഹുളി, ഗജകേസരി, പിന്നെ മിസ്റ്റർ ആൻഡ് മിസസ് രാമചാരി എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ആൻഡ് മിസസ് രാമചാരി എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അതാണ് യാഷിൻ്റെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ. അവിടെ നിന്ന് അങ്ങോട്ടാണ് ശരിക്കും ഒരു വലിയൊരു ടോപ്പ് ഹീറോ എന്നുള്ള ഒരു രീതിയിലൊക്കെ എത്താൻ പറ്റിയത്. കാരണം അത് കന്നഡ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ കളക്ട് ചെയ്ത സിനിമകളിൽ ഒന്നായി മാറി. ഇപ്പോൾ കന്നഡയൊക്കെ ശരിക്കും നമുക്ക് അന്നറിയാം അന്നങ്ങനെ ഭയങ്കര ഒരു തെലുങ്ക് പോലെയോ തമിഴ് പോലെയോ ഒന്നും അല്ലായിരുന്നു. കന്നഡ അതിൻ്റേതായ ഒരു ചെറിയൊരു ഇതിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസസ് രാമചാരി എന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോൾ യാഷിന് വലിയൊരു എന്താ പറയുക ഒരു താരമൂല്യം കൂടി, ബിസിനസ് എന്ന ഒരു നല്ലൊരു ബിസിനസ്സുള്ള
ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നടന്ന രീതിയിൽ. പക്ഷെ അപ്പോഴും ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊന്നും എത്തിയിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ 1-2 സിനിമകളൊക്കെ കഴിഞ്ഞിട്ടാണ് KGF എത്തിയത്. അപ്പോൾ KGF എന്ന് പറഞ്ഞാൽ പ്രശാന്ത് നീൽ അതിനു മുമ്പും സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതൊക്കെ ഈ കന്നഡയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരു സംവിധായകനായിരുന്നു ഈ പ്രശാന്ത് നീലായാലും യാഷായാലൊക്കെ. അവിടെ നിന്നാണ് KGF എന്ന് പറയുന്ന ഒരു പടം, എന്താ പറയുക, അവിടെ നിന്ന് ഒരു തുടക്കം കുറിക്കണം. ആദ്യത്തെ KGF വന്നു, അതിവിടെ കേരളത്തിലും ഇറങ്ങി, അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ അങ്ങനെ ഭയങ്കര ഇതൊന്നുമല്ല. പക്ഷെ പിന്നീട് അത് OTT-ലൊക്കെ വന്നു ഭയങ്കര ചർച്ചയായി. അത് കഴിഞ്ഞിട്ടാണ് KGF 2 വരുന്നത്. KGF 2 വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്. കാരണം യാഷിന് കേരളത്തിലും കിട്ടിയ ഒരു സ്വീകരണം. എനിക്ക് തോന്നുന്നു KGF-ന്റെ ഒരു ഓപ്പണിങ്, അന്ന് KGF-ഉം വിജയുടെ ബീസ്റ്റും ആദ്യം ബീസ്റ്റ് ഇറങ്ങുന്നു, പിന്നെ KGF ഇറങ്ങുന്നു. അതിന് ഒരൊറ്റ ദിവസത്തെ വ്യത്യാസമാണ്. അപ്പോൾ ആ ഒരു സിനിമ ഭയങ്കര റെക്കോർഡ്. എനിക്കൊന്ന് 7.5 കോടി രൂപയാണെന്ന് KGF-ന് ഇവിടുത്തെ കേരള ഓപ്പണിങ് കിട്ടിയത്. പിന്നെ 70 കോടി 60 കോടിയുടെ അടുത്ത്, 65 കോടി 70 കോടിയുടെ അടുത്താണ് കേരള ബോക്സ് ഓഫീസിലും അത് കളക്ട് ചെയ്തത്. അത് ഒരു KGF എന്ന് പറയുന്ന ഒരൊറ്റ പടം കൊണ്ടാണ്. അന്ന് എറണാകുളത്ത് ലുലു മാളിൽ KGF 2-ൻ്റെ പ്രൊമോഷനായിട്ട് യാഷ് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആ ലുലു മാൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒറ്റ സിനിമ. അത് KGF അല്ലാതെ യാഷിനെ ഇന്ന് ആരാധിക്കുന്ന നമ്മൾ മലയാളികളുടെ ഇടയിൽ 90% പേരും, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും യാഷിൻ്റെ പഴയ സിനിമകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അവരൊക്കെ KGF കൊണ്ടുകൂടി, എന്താ പറയുക, റോക്കി ബായ് ആ ഒരു ഇതിലോട്ട് യാഷിൻ്റെ ഫാനായി മാറിയതാണ്. അപ്പോൾ 50 രൂപയ്ക്ക് എന്താ പറയുക വരുമാനം ഉണ്ടായിരുന്നു. ഒരു ദിവസം 50 രൂപ മാത്രം വരുമാനം കിട്ടിയിരുന്ന ഒരു സ്റ്റേജിലൊക്കെ സഹായിക്കാനും, എന്താ പറയുക, ബാക്ക് സ്റ്റേജിൽ കർട്ടൻ വലിക്കാനും അങ്ങനെയൊക്കെ നിന്നിരുന്ന ആ ഒരു പയ്യനിൽ നിന്നും ഇന്നിപ്പോൾ ഏകദേശം 150-200 കോടിയൊക്കെ ഒരു സിനിമയ്ക്ക്, അത് പ്രോഫിറ്റ് ഷെയർ ഉൾപ്പെടെ ഒരു സിനിമയ്ക്ക് വാങ്ങാൻ കെൽപ്പുള്ള ഒരു രീതിയിലോട്ടാണ് യാഷിൻ്റെ വളർച്ച. പിന്നെ രാധിക പണ്ഡിറ്റ് അന്ന് സീരിയൽസിൽ അഭിനയിച്ചു. പിന്നീട് യാഷ് സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ യാഷിൻ്റെ കൂടെ അഭിനയിച്ചു. പിന്നെ എന്താ പറയുക, യാഷിൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് മാറി. 2 കുട്ടികളുണ്ട്. അപ്പോൾ സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബജീവിതം, ഒരു എന്താ പറയുക, യാഷിൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ടിങ് പില്ലറായിട്ട് തന്നെ ഇവരൊക്കെ കൂടെയുണ്ട്. ഇപ്പോൾ എന്തായാലും 2022-ലാണ് KGF 2 ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. യാഷിൻ്റെ ഒരു സിനിമ ഇനിയാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. അത് ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ, ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. അതൊരു വലിയൊരു സിനിമ തന്നെയായിരിക്കും. അപ്പോൾ KGF 2-ൻ്റെ അപ്പുറത്തോട്ടൊരു സിനിമ, അതിൻ്റെ മുകളിലോട്ടൊരു സിനിമ ചെയ്താൽ യാഷിന് ഇനി അങ്ങോട്ട് അടുത്തൊരു സ്റ്റെപ്പിലോട്ടൊക്കെ ശരിക്കും പോലും അത് കുറച്ചും കൂടി ഒരു താരമൂല്യം എപ്പോഴും കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ടോക്സിക് നമുക്കറിയില്ല എത്രത്തിലുള്ള ഒരു സിനിമയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാമായണം സിനിമ, അതിൽ രൺബീറും സായി പല്ലവിയാണ് രാമനും സീതയായിട്ട്. അതിൽ രാവണൻ്റെ വേഷം ചെയ്യുന്നത് യാഷാണ്. ഇപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയിരുന്നു. എന്തായാലും ഇപ്പോൾ ടോക്സിക്കാണ് ആദ്യം ഇറങ്ങുന്നത്. ടോക്സിക് നമുക്ക് നോക്കാം യാഷിൻ്റെ ഒരു ലൈഫ്. കാരണം ഇത്ര വർഷം ബ്രേക്ക് എടുത്തിട്ട് ഒരു നടൻ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടില്ല. ഏതൊരു താരമായാലും എനിക്ക് തോന്നുന്നു അവരൊരു 2 വർഷമൊക്കെ, രജനീകാന്ത് പോലും ഒരു 3 വർഷമൊക്കെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ 4 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് ഒരു സിനിമ റിലീസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര റിസ്ക്കിയാണ്. എന്നാൽ അത് അത്രത്തെ ഭയങ്കര ഹൈപ്പുമാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ 40 വയസ്സായി. ഇനി അങ്ങോട്ട് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. ശരിക്കും 40 കഴിഞ്ഞിട്ടുള്ള യാഷിൻ്റെ, എന്താ പറയുക, 40ാമത്തെ വയസ്സിലാണ് ഈ ഒരു ടോക്സിക് ഇറങ്ങണം. ഒരു 20ാമത്തെ വയസ്സിൽ സീരിയലിൽ തുടങ്ങിയ യാഷ് ഇപ്പോൾ 40ാമത്തെ വയസ്സിൽ ഒരു വലിയൊരു എന്താ പറയുക സൂപ്പർ സ്റ്റാറായിട്ട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രി തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കന്നഡ സിനിമയെ തന്നെ എവിടെ കൊണ്ടെത്തിച്ച ഒരു സിനിമയുടെ ഭാഗമാണ് യാഷ്. അപ്പോൾ നമുക്ക് ടോക്സിക് കണ്ടിട്ട് നമുക്കിനി ആ ഒരു സിനിമയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. യാഷിൻ്റെ പഴയ സിനിമകളും ഈ പറഞ്ഞ സീരിയൽസൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു 2008-2009 കാലഘട്ടങ്ങളൊക്കെ ബാംഗ്ലൂരൊക്കെ ആ സമയത്ത് പഠിച്ചിരുന്നവരോ ജോലി ചെയ്തിരുന്നവരൊക്കെ ആയിരിക്കാം കൂടുതലന്ന് തിയേറ്റേഴ്സിലും കണ്ടിരിക്കുന്നത് നമ്മൾ മലയാളികൾ. അതിൽ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നമുക്ക് കമൻറ്റ് ചെയ്യാം.